നമസ്കാരം. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് കളികൾ മുറുകുന്നു അല്ലെ, പിന്തുണയ്ക്കാൻ ആരൊക്കെ വരും എന്നുള്ളൊരു ആകാംക്ഷയും കാത്തിരിപ്പൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു 3 ദിവസം മാത്രമാണുള്ളത്. ഒരു പക്ഷേ ഈ പിന്തുണകളും സപ്പോർട്ട് ചെയ്യാനും ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള സമയം കൂടിയാണ് തീർച്ചയായും അല്ലെ. ഇനി എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളത്, പ്രത്യേകിച്ച് അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ സ്വാഭാവികമായിട്ട് അവരുടേതായിട്ടുള്ള മേഖലകളിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെ. ഇപ്പൊ ജിൻഡോന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റി ട്രെയിനറാണ്, കുറേയേറെ സെലിബ്സിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലെ. ഒരു പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാര്യമായേക്കാം. അതല്ലെങ്കിൽ എവിടേക്കോ നിഷ്പക്ഷമാവണം, അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമർ ആരാണ് ഏത് നോക്കിയിട്ടും സപ്പോർട്ട് വന്നേക്കാം. ജാസ്മിൻ വരാം. ജാസ്മിൻ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഓഫ് കോഴ്സ് അവര് അതുകൂടാതെ അവരൊരു TV ഫേസ് കൂടാണ്. കാരണം ഏഷ്യാനെറ്റിൽ നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവർ നല്ല രീതിക്ക്, അതായത് ബിഗ് ബോസ് സീസൺ 6 വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയായിരുന്നു. പക്ഷെ ഇഷ്ടം എവിടേക്കോ അകത്ത് എത്തിയപ്പോ മാറ്റിമറിഞ്ഞിട്ടുണ്ട്, സ്വാഭാവികം അല്ലെ. പക്ഷെ ഇതൊക്കെ മാറ്റമാണ്. അപ്പൊ ഇനി ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ അനുസരിച്ച് പോകുമ്പോ ഇനി ഒരു ഫിനാലോട്ട് കിടക്കുകയാണ് അല്ലെ. എന്തൊക്കെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള സമയത്തിന് വളരെ കുറവാണ് അല്ലെ. ഈ സമയം വളരെ കുറവാണ്. ഈ 3 ദിവസം മാത്രമുള്ളതാണ് നിൽക്കുന്നത്. ഇനിയാണ് ഒരു പക്ഷേ ഈ കണ്ടസ്റ്റൻസിനൊക്കെ ഉള്ള പുറത്തുള്ള PR ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോലും എന്തൊക്കെ ഗെയിം പ്ലാൻ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ട് ഇനിയാണ് അത് കാണാൻ പോവാന്നുള്ളതാണ്. ഇനിയാണ് അത് വെച്ചാൽ ഇപ്പൊ അഖിൽമാരാർ ഇപ്പൊ ഓൾറെഡി അഖിൽമാരാർ നേരത്തെ മത്സരാർത്ഥിയാണ്, പുള്ളി വിന്നറാണ്. പുള്ളി ഓൾറെഡി ലൈവ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഈ ഷോ കാണാറില്ല. പുള്ളി അതിനെ കുറിച്ച് ഒരുപാട് ക്രിറ്റിസൈസും ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുള്ളി എനിക്ക് തോന്നുന്നില്ല ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ റോബിനും അങ്ങനെ, പക്ഷെ ജിൻഡോയെ എനിക്ക് തോന്നുന്നു റോബിൻ സപ്പോർട്ട് ചെയ്യുന്ന ഇടയ്ക്കോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇതിൽ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി കാണാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഇപ്പൊ കണ്ടസ്റ്റൻസ് ഒക്കെ അകത്ത് വന്നെങ്കിലും അല്ലെ, ഈ പേജുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന പുറമുള്ള അഡ്മിൻസ് ആയിരിക്കാം അല്ലെ, PR ചെയ്യുന്നതോ അഡ്മിൻസ് ഉണ്ടായിരിക്കും. അവർക്കത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവർക്ക് അവര് പോയിട്ടുള്ള അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, ഞങ്ങൾ കുറെ കൂടെ അവിടെ നിൽക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇനി ഇത് മാറും. കാരണം ഇനി അത് ചർച്ചയ്ക്ക് കാര്യമില്ല. ഫിനാലിലെത്തി, അവർക്കൊപ്പം മത്സരിച്ചവര് ഫൈനൽ ലാപ്പിലാണ് അല്ലെ. അപ്പൊ ഇവരില് ഇനി വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സപ്പോർട്ടും കൂടി വരുന്ന സമയമാണ് അല്ലെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരും സംസാരിക്കുന്നവരാണെന്ന് തോന്നുന്നില്ല അല്ലെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആരുടെയും പേര് എടുത്തു പറയാതെ പോയേനെ. പക്ഷെ പലരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുള്ളവരാണ് അല്ലെ. ജാസ്മിനെ കുറിച്ച് പറഞ്ഞവരുണ്ട്, ജിന്നോനെ കുറിച്ച് പറഞ്ഞവരുണ്ട് അല്ലെ, അർജുനെ കുറിച്ച് പറഞ്ഞവരുണ്ട്. അപ്പൊ ഇനി അവരുടെ സപ്പോർട്ട് എന്നുള്ളത് കൃത്യമായിട്ട് വാക്കുകളിലല്ലാതെ അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ ഇവരകത്താണെങ്കിലും ഒരു അഡ്മിൻസ് കൃത്യമായിട്ട് ഇവരെ സപ്പോർട്ട് കൊടുക്കുന്ന PR വർക്ക് നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളാണ് ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. PR വർക്കിന്റെ ഒരു സ്വാധീനം റിസൾട്ടുകൾ മാറ്റിമറിച്ചേക്കാം. ഏറ്റവും നല്ല ഗെയിം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയവര്, കുപ്രസിദ്ധിയായവർ, ഇതെല്ലാം ഈ ഒരു കാര്യങ്ങൾ മറിയാവുന്ന ദിവസത്തിലേക്കാണ് ഇപ്പൊ കടന്നത്. ഇതിൽ മെയിൻലി വരുന്നത് ഇത് പക്ഷേ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇപ്പൊ ഈ സീസണിലാണെങ്കിലും അല്ലെങ്കിൽ മുൻ മത്സരാർത്ഥികളും വരാറുണ്ട്. പലപ്പോഴും ഈ ബിഗ് ബോസ് വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് ആരും അങ്ങനെ മുന്നിട്ട് വന്നിട്ടില്ല. വളരെ കുറവാണ് വന്നിട്ടുണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഇനിയിപ്പോ പലപ്പോഴും പലരും ഇത് കാണുന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും എവിടേക്കോ ഏകപക്ഷീയം അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷത പാലിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെ നോക്കുന്നവരുണ്ട്. ഇപ്പൊ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, എനിക്ക് സെലിബ്രിറ്റീസിന്റെ അപ്പം തന്നെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്കൊന്നും ജാസ്മിൻ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടും. എനിക്കൊന്നും ഈ ഫൈനലിസ്റ്റിൽ വേറെ ആരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇല്ല, ജാസ്മിൻ മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്നുമില്ല, നിർബന്ധമില്ല. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ളവര് കുറെ പേര് ബിഗ് ബോസ് ഷോ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിനെ റിവ്യൂ ചെയ്യുന്നവർ കൂടിയാണ്. പലരും ചെയ്യാറുണ്ട്. റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പല രീതിയിലേക്കുള്ള അവരുടെ ഗെയിം പ്ലാനെ കുറിച്ചിട്ടും കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും നടക്കുന്ന രീതികളെ കുറിച്ച് പലപ്പോഴും ഇതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നവരാണ് അല്ലെ. അപ്പൊ ഒരു പക്ഷേ ഇനി അവർക്ക് കൃത്യമായിട്ട് എന്താണ് റിയാലിറ്റി അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ എവിടേക്കോ ഇൻഫ്ലുവൻസർ ആണ്, അപ്പൊ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ജിൻഡോന്റെ കാര്യത്തിലാണെങ്കിൽ സെലിബ്രിറ്റി ട്രെയിനറാണ് എന്ന് വെച്ചിട്ട് ഈ ചെയ്തിട്ടുള്ള സെലിബ്രിറ്റി എല്ലാം സപ്പോർട്ട് ചെയ്തോളാണ് ഒരു നിർബന്ധമില്ല. അർജുൻ ഫാഷൻ ട്രാക്കിലോട്ട് വന്നിട്ടുള്ളതാണ്, മോഡൽ ഒരാളാണ്, ഈ ട്രാക്കിൽ വന്നുള്ളവരും ആവണമെന്നില്ല അല്ലെ. അപ്പൊ ഇതുവരെയുള്ള ഗെയിം പ്ലാനിൽ സപ്പോർട്ട് ചെയ്തെന്നവര് അതുണ്ടായിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഇനിയുള്ള സപ്പോർട്ടിൽ എന്തെങ്കിലും ഈ പോകുന്ന ഒഴുക്കിനെ അല്ലെ ഒന്നൊന്ന് കയറ്റി ഇറങ്ങി പോവുമോ, തടയിടുവോ, അല്ലെങ്കിൽ ഈ ഒഴുക്കിനെ ഇവരുടെ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഗെയിമർ എന്ന നിലയിൽ ഇവർ നിൽക്കുന്നതിലാണോ,
അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ജനഹിതം എല്ലായ്പ്പോഴും ലാലേട്ടൻ പറയുന്ന പോലെ ജനഹിതത്തിലാണോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ എന്തും സംഭവിക്കാം. നാളെ കഴിഞ്ഞാൽ അത് വെള്ളി ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഒരു പ്രഡിക്ഷനും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇതിൽ PR-നെ എനിക്ക് തോന്നുന്നു PR ചിലപ്പോൾ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത്. കാരണം അത് പല പല ഭാഗത്തുനിന്നും മുറിവുറുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജിൻഡോയുടെ പേരിലായാലും എനിക്കൊന്ന് ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ PR എന്നുള്ള സംഭവമില്ല. അതായത് ഇവിടെ അപ്പുറത്തേക്ക് വ്യക്തികൾ എന്നുള്ള രീതിയിലേക്ക് അല്ലെ സെൽഫ് ട്രാക്കിലോ പക്ഷെ ഈ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിലേക്കുള്ള അല്ലെങ്കിൽ സെൽഫ് ട്രാക്കിലുള്ള കുറെ കൂടി ശ്രദ്ധ കിട്ടാൻ പറ്റുന്ന ആളുകൾ അവർ മുഖ്യധാരയിലേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ ചർച്ച വിഷയം. കാരണം വെച്ചാൽ ഇവർ എത്രത്തോളം പറയപ്പെടുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് വരുന്നു. അല്ല ഞാൻ വന്നത് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരുടെ PR കമ്പനിയുടെ സ്വാധീനം മൂലം തന്നെ ഈ പറയുന്ന ഈ പിന്നെ മുഖ്യധാരയിലേക്ക് വരേണ്ട ആൾക്കാർ വന്ന് സംസാരിക്കില്ല എന്ന് ഇപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും അനുകൂലിക്കാൻ പറ്റും അല്ലെ, ശരിക്കും ഈ സ്വാധീനിക്കാൻ പറ്റും അല്ലെങ്കിൽ പലരും സംസാരിക്കാൻ പറ്റും രീതിയിലേക്ക് അല്ലെ. കാരണം ഇപ്പൊ ഈ PR-ന്റെ ഒരു അജണ്ട എന്ന നിലയിൽ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള നിലയിൽ കളിക്കുന്നു. അങ്ങനെ മുന്നോട്ട് അവർക്ക് വരാം, വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തും മാറി മറിയുന്ന ഒരു സെനാരിയോയിലേക്കാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയൊക്കെയോ ഇതൊക്കെ മാറി മറിയുമ്പോഴും ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഇനി എത്രത്തിലൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ വരും അല്ലെ എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ആരൊക്കെ വാഴും ആരൊക്കെ വീഴും ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലോട്ടാണ് എത്തി നിൽക്കുന്നു എന്നുള്ളത് മറ്റെന്തൊക്കെ വിവാദ പരാമർശങ്ങളും അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു സൈഡിൽ ഏറ്റവും മോശം ഷോ ആണെന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം ഷോ എന്ന് കേട്ട ഒരേ ഒരു സീസൺ ഇതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈറ്റ് എന്നുള്ള രീതിയിലേക്ക് അവസാനത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ തന്നെ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് നമ്മൾ എടുത്ത് അത് പറയുന്നത് ഞാൻ ജാസ്മിനെ ഫേവർ ചെയ്യുന്നോ എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പേരുകൾ കേട്ട അല്ലെങ്കിൽ പഴികൾ കേട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ജാസ്മിൻ ഈ സീസണിലെ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട കണ്ടന്റാണ്. കുപ്രസിദ്ധി അല്ലെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരുപാട് പഴി. മറ്റുള്ളവരുടെ പഴികൾ എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ഇപ്പോൾ ഫെയർ പ്ലേ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവളെ എങ്ങനെയാണ് ജാസ്മിൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് ഇത്രമാത്രം മോശമായിട്ട് സ്ക്രീനിലേക്ക് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടായിരിക്കുമല്ലോ. അത് ബോധപൂർവ്വം കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. അല്ല ഞാൻ മറ്റുള്ളവരൊക്കെ കാണിക്കുന്നൊന്നും കാണിക്കാതെ അപ്പൊ ഒരിക്കലും ഫേവറിസം കാണിച്ചെന്ന് പറയാൻ പറ്റില്ല. അവിടെ ബോധപൂർവ്വം അവിടെ കാണിച്ചു എന്ന് പറയാൻ മറ്റുള്ളവരുടെ കാണിക്കുന്നില്ലല്ലോ. എല്ലാം ഇത് ലൈവ് അല്ല. സോ എന്തും കാണിക്കാതിരിക്കാം. ലൈവ് ഷോ ഇവിടെ നിന്നുള്ള രീതിയിലേക്ക് തള്ളി പറഞ്ഞു. ശരിക്കും ജാസ്മിന്റെ പേര് ഇങ്ങനെ കുപ്രസിദ്ധിയിൽ എത്തിക്കാൻ കാര്യം പോലും ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന്റെ ക്യാമറകളാണ് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഒളിപ്പിച്ച് വെക്കാമായിരുന്നു. അവർ ചെയ്തിട്ടില്ല. എല്ലാം കാണിച്ചിട്ടുണ്ട്, ഫിസിക്കൽ അസോൾട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്ത കാര്യങ്ങൾ പറ്റി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് മുൻവിധിയോട് കൂടി എടുക്കാനും പറ്റില്ല, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റില്ല അല്ലെ. കാരണം അവർ കണ്ട കാഴ്ചകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും ഫിനാലിലോട്ട് എത്തുന്ന സമയത്ത് നിന്ന് ഇനിയുള്ള പ്രമുഖർ അല്ലെങ്കിൽ ഇനി ആരൊക്കെ മുഖ്യധാരയിൽ വരും, ഇനിയെങ്കിലും ഇതുവരെ തുറന്നു പറയാത്ത കണ്ടസ്റ്റൻസിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതും കൂടി നോക്കിക്കാണും. പലപ്പോഴും ഈ തുറന്നു പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ ഒരു ഇൻഡയറക്ട് വേയിലൂടെ ഒക്കെ പലപ്പോഴും അവരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ഇൻഡയറക്ട് വേ ഇപ്പോഴും അതിൽ സംഭവിക്കാറുണ്ട് പലരും. ഇപ്പൊ പ്രത്യേകിച്ച് ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് പണി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജോജേട്ടൻ അതേപോലെ അല്ലെ കഴിഞ്ഞ മത്സരാർത്ഥികളായിട്ടുള്ള ജുനൈസ് സാഗർ അവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോജേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എന്റെ അടുത്ത് സ്റ്റേജ് ലോൺ സ്റ്റേജ് വരുന്ന സമയത്ത് ഞാനായിരുന്നു അല്ലെ ചെയ്തിരുന്ന രീതിയിൽ പേര് പറയണമെന്ന്. അവിടെ പറയപ്പെടുന്നത് ഒരാളിന്റെ ഒരു കാര്യത്തിനോടുള്ള അത്രയും പാഷനേറ്റ് നിൽക്കുന്നു അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത് അല്ലെ. പക്ഷെ എവിടേക്കോ ഇതില് ആ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ ഉർവശി ചേച്ചി അവിടെ വരികയും ബിഗ് ബോസിലുള്ള മത്സരത്തിൽ കാണാൻ ലാസ്റ്റ് മൊമെന്റിലാണ് അവർ വന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പായി വന്ന് സപ്പോർട്ട് ചെയ്യുകയും അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും ജാസ്മിന്റെ ഇത് കുറവുകൾ അല്ലെങ്കിൽ കുപ്രസിദ്ധി എന്ന് പറയുമ്പോഴും ജാസ്മിൻ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്നു, നീ സ്ട്രോങ് ആയിട്ട് ഇനിയും കളിക്കണം, നീ ഹാപ്പി ആയിട്ട് ഇരിക്കണം തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമ്മള് ഈ ചില കാര്യങ്ങൾ ചായങ്ങൾ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഇത് പുറത്തു വരും എന്നുള്ള രീതിയിലേക്ക് കൂടി അതൊരു ചേച്ചി എന്ന നില അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉപദേശം എന്ന രീതിയിലാണ് അവർ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പലരും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും സെൽഫ് ട്രാക്കിലുള്ളവരാണെങ്കിലും മറ്റ് പ്രമുഖ പ്രൊഫൈലുകളൊക്കെ ബിഗ് ബോസ് വീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വിട്ടു നോക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്ന ഒരേ ഒരു ഷോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ ആയിരിക്കാം. കുറഞ്ഞ കാലം ഒരു 100 ദിവസങ്ങൾ കൊണ്ടാണ് മറ്റ് പിന്നെ സെലിബ്രിറ്റീസ് നേടിയെടുക്കുന്ന ഒരു പദവി ഇവർ നേടിയെടുക്കുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇത്രത്തോളം ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ പല രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നതുകൊണ്ട് കുറെ കൂടെ ഉറ്റുനോക്കുന്ന ഒരു ഫിനാലായിട്ട് കൂടെ തീർച്ചയായിട്ടും സീസൺ 6 ഉറപ്പായിട്ടും ഉറ്റുനോക്കും, കാത്തിരിക്കുകയാണ്
കാരണം ഈ 2 ദിവസങ്ങൾക്ക് 48 hours-നുള്ളിൽ ഫിനാലയിലേക്ക് കടക്കുന്ന നിമിഷത്തിൽ നമുക്ക് കാത്തിരിക്കാം. അതിനൊപ്പം തന്നെ ഇതിന്റെ റേറ്റിംഗിന്റെ കാര്യത്തിൽ കൂടി എനിക്കൊന്ന് PR റേറ്റ് ഏറ്റവും കൂടിയ സീസൺ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സീസൺ അല്ലെങ്കിൽ ഫിനാലയിലേക്ക് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. യെസ് ഓഫ് കോഴ്സ് നോക്കാം.